ഗ്ലൂട്ടാതയോൺ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് വീഡിയോ കണ്ടാലും അത്തരത്തിലുള്ള ഏത് ടോപ്പിക്കിലും ഇപ്പൊ മുമ്പിലായിട്ട് നിൽക്കുന്ന ഒരു വേർഡാണല്ലേ ഗ്ലൂട്ടാതയോൺ. പക്ഷെ ഗ്ലൂട്ടാതയോൺ എന്ന വേർഡ് കേട്ട ഉടനെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റ്സും അതിന്റെ ബെനിഫിറ്റ്സും. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഗ്ലൂട്ടാതയോൺ? ഈ ഒരു ടാബ്ലറ്റ്സ് കഴിച്ചാൽ മാത്രമേ ഈ പറയുന്ന ബെനിഫിറ്റ്സ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ കിട്ടത്തുള്ളൂ. ഇത്തരത്തിലുള്ള പല സംശയങ്ങളും എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലെ. അതുപോലെ നമുക്കറിയാം ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റ്സ് എത്ര കോസ്റ്റ്ലി ആണെന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ സംശയങ്ങൾക്കും ഉള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ യൂട്യൂബിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്താണ് ഈ ഗ്ലൂട്ടാതയോൺ എന്ന ടോപ്പിക്കിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അതെന്ന് പറയുന്നത് ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. പ്ലാന്റ്സിലും ആനിമൽസിലും ചില ഫംഗയിലും ബാക്ടീരിയയിലൊക്കെ കാണുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് നമ്മുടെ ബോഡിയിൽ ഗ്ലൂട്ടാതയോണിന്റെ ലെവൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിന് പല ബെനിഫിറ്റ്സ് ഉണ്ട്. അതിനാണ് ഈ ടാബ്ലറ്റ്സ് പലരും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ടാബ്ലറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് ശരിക്കും കോസ്റ്റ്ലിയും ആണ്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ തന്നെ അതേ സെയിം ലെവല് നമുക്ക് നമ്മുടെ സ്കിന്നിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള 10 സ്റ്റെപ്പുകളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൾഫർ റിച്ച് അടങ്ങിയ ഫുഡ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതിലേക്ക് വരുന്നതാണ് ഫിഷ്, റെഡ് മീറ്റ്, അതുപോലെ തന്നെ ചിക്കൻ, ബ്രോക്കോളി, ബ്രസൽസ് സ്പ്രൗട്ട്, കോളിഫ്ലവർ തുടങ്ങിയവ. രണ്ടാമത്തേന്ന് പറയുന്നത് നിങ്ങളുടെ വൈറ്റമിൻ സി ഇൻടേക്ക് നിങ്ങളുടെ ഡയറ്റിൽ കൂട്ടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സപ്ലിമെന്റ് ആയിട്ടെങ്കിൽ വൈറ്റമിൻ സി കൊണ്ടുവരിക. വൈറ്റമിൻ സി അടങ്ങിയ പപ്പായ, കിവി, അതുപോലെ ബെൽ പെപ്പേഴ്സ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. മൂന്നാമത്തേതെന്ന് പറയുന്നത് സെലീനിയം റിച്ച് അടങ്ങിയ ഫുഡ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതായത് സ്പിനാച്ച്, ഗാർലിക്, ഒണിയൻ, ബ്രോക്കോളി തുടങ്ങിയവ. അതുപോലെ തന്നെ ചിക്കൻ, ഫിഷ് തുടങ്ങിയവയും നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്താം. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് നാച്ചുറലി ഗ്ലൂട്ടാതയോൺ റിച്ച് ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അവ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ അവക്കാഡോ, സ്പിനാച്ച്, നമ്മുടെ ലേഡി ഫിംഗർ ഇവയൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ വേ പ്രോട്ടീൻ സപ്ലിമെന്റ് എടുക്കാൻ നല്ലതായിരിക്കും. മിൽക്ക് തിസിൽ ഇതിന്റെ ടാബ്ലറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് ആണ് ടർമറിക്. ഇത് നിങ്ങളുടെ ഡയറ്റിൽ നിർബന്ധമായി ഉൾപ്പെടുത്തുക. ഇത് ഗ്ലൂട്ടാതയോണിന് മാത്രമല്ല ഓവറോൾ ഹെൽത്ത് ബെനിഫിറ്റ്സിന് വളരെ നല്ലതാണ്. ഇനിയുള്ള 3 പോയിന്റ്സ് എന്ന് പറയുന്നത് ഈസിലി അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. മതിയായ ഉറക്കം ലഭിക്കുക, ദിവസവും എക്സസൈസ് ചെയ്യുക. ലാസ്റ്റ് എന്ന് പറയുന്നത് ആൽക്കഹോൾ കൺസംഷൻ ഉറപ്പായും അവോയ്ഡ് ചെയ്യുക. അടുത്ത് ഞാൻ ഈ പറയാൻ പോകുന്നതെന്ന് പറയുന്നത് ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റ്സ് ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള കാര്യമാണ് കേട്ടോ. ഈ ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റ്സിന് ഒരു പ്രോബ്ലം ഉള്ളതെന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും മെഡിക്കേഷനിലായിരിക്കുകയോ പ്രത്യേകിച്ച് ബ്ലഡ് തിന്നേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആസ്പിരിൻ ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിലും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന മദേഴ്സോ അല്ലെങ്കിൽ പ്രഗ്നൻസ് ആയിരിക്കുന്ന ലേഡീസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിഡ്നി ലിവർ ഡിസീസോ അപ്പൊ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ റെക്കമെൻഡേഷൻ എടുക്കാൻ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും സർജറിയിലേക്ക് പോവുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ ഓരോ ഈ ടാബ്ലറ്റ്സിന്റെ കാര്യത്തിൽ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഈസി ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ബോഡിയിലാണ് നമ്മൾ അതിനനുസരിച്ച് പ്രിക്കോഷൻ ഒക്കെ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ 10 സ്റ്റെപ്പിലൂടെ നാച്ചുറൽ സ്റ്റെപ്സിലൂടെ നമുക്ക് ഗ്ലൂട്ടാതയോണിന്റെ ലെവല് നമ്മുടെ ബോഡിയിൽ കൂട്ടാൻ പറ്റും. അതോടൊപ്പം തന്നെ ജങ്ക് ഫുഡ് ഒരുപാട് അവോയ്ഡ് ചെയ്യുന്നത് ഓവറോൾ ഹെൽത്ത് ബെനിഫിറ്റ്സിന് നല്ലതാണ്. അപ്പോൾ എൻ്റെ ഏത് വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിയാലും മനസ്സിലാകും ഏതൊരു സൊല്യൂഷൻ, ഏതൊരു പ്രോബ്ലത്തിനും ഉള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ഫ്രീ ലൈഫ് സ്റ്റൈലാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതും ഒരു നാച്ചുറൽ സ്റ്റെപ്സ് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അത് നമുക്ക് ഒരു ഫ്യൂച്ചർ ജനറേഷൻ ഒരുപാട് ബെനിഫിറ്റ്സ് ആണ്, നമ്മൾ എൻവയോൺമെന്റ് ബെനിഫിറ്റ്സ് ആണ്, അതുപോലെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടിപ്സ് മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഓവറോൾ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാക്കും. ഈ ഒരു ഗ്ലൂട്ടാതയോണിന്റെ ലെവൽ മാത്രമല്ല, നിങ്ങളുടെ ഹെൽത്ത് ആയിട്ടൊരു നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാകട്ടെ, അതിന് എല്ലാം മൊത്തത്തിൽ ഇതൊരു സൊല്യൂഷൻ ആണ്. അപ്പോൾ സീ യു.